Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല ഈ റമദാനിനെ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദമുണ്ടാക്കുന്ന, ആത്മഹർഷം പെയ്തിറങ്ങുന്ന വലിയ സുദിനങ്ങളാണ് റമദാൻ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ വിശേഷിപ്പിച്ചത് ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം എന്നാണ്. റമദാൻ മാസം സമാഗതമാകുമ്പോൾ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന വഉല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാത്തീൻ. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾ പൊട്ടിയടക്കപ്പെടും, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കപ്പെടുന്ന ഏറെ പുണ്യകരമായ മാസമാണ് റമദാൻ മാസം. കർമ്മങ്ങൾക്കൊക്കെ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ രാവുള്ള, ഏറ്റവും പുണ്യകരമായ കർമ്മമായ റമദാൻ, നോമ്പനുഷ്ഠിക്കുന്ന മാസമാണ് റമദാൻ മാസം. അപ്പം അതിന് നല്ല ഒരുക്കത്തോടുകൂടി ഒരുങ്ങുക എന്നതാണ്. ഏതാണ്ട് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ കുറേ വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ആ ഒരുക്കമാണ് നമ്മൾ നടത്തേണ്ടത്. ഒരുങ്ങുക എന്ന് പറയുന്നത് ചില തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഉണ്ടാവലാണ്. ചില തിരിച്ചറിവുകളിൽ നിന്ന് ചില തീരുമാനങ്ങൾ എടുക്കലാണ് ഏറ്റവും ആവശ്യം. ആ തിരിച്ചറിവിൻ്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നോമ്പ്, റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം കുറേ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ മാത്രമുള്ള ഒരു മാസമല്ല. അത് പുണ്യമാകണമെങ്കിലും പ്രതിഫലാർഹമാകണമെങ്കിലും റമദാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ഇബാദത്താണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ മാസം കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ പുണ്യം വാങ്ങാം എന്നത് വെട്ടിത്തമാണ്. ഉദാഹരണത്തിന്
ഏതെങ്കിലും മുസ്ലിമീങ്ങൾ റമദാൻ മാസത്തിൽ നന്നായി നിസ്കരിക്കാം, പിന്നെ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കാം എന്ന് തീരുമാനിച്ചാൽ ഒരു സംശയമില്ല, റമദാൻ മാസത്തിൽ ആ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, അത് ശിക്ഷാർഹമാണ്. കാരണം അത് അള്ളാഹിനെ കളിയാക്കലാണ്. റമദാനിക്ക് മാത്രം നമസ്കരിക്കുക, റമദാനിക്ക് മാത്രം ഖുർആൻ ഓതുക, റമദാനിന് മാത്രം ഒരു മുസ്ലിമാവുക, അപ്പണി ഇല്ല. പകരം റമദാനിൽ ഇതൊക്കെ ചെയ്യുന്നത് പിന്നീടുള്ള ജീവിതം വിശുദ്ധമാകാനാണ്. അപ്പം റമദാനിൽ നന്മ ചെയ്യുന്നതോടൊപ്പം, റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇനിയുള്ള ജീവിതം വിശുദ്ധമാവുക എന്നതായിരിക്കണം നമ്മുടെ തീരുമാനം. കാരണം ജീവിതം നന്നാക്കാനുള്ളതാണ് റമദാൻ. നിങ്ങൾ നോക്കിയാൽ ഇസ്ലാമിലെ ഏറ്റവും സുദീർഘമായ ഇബാദത്ത് റമദാൻ മാസത്തിലെ നോമ്പാണ്. ഏറ്റവും സുദീർഘമായ ഇബാദത്ത്. നമസ്കാരം 5 മിനിറ്റ് 8 മിനിറ്റ് നേരമാണ്. അതേസമയം നോമ്പ്, റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് നീണ്ട 13-14 മണിക്കൂർ തുടർച്ചയായി 30 ദിവസമാണ്. ഇത്രയും സുദീർഘമായൊരു ഇബാദത്ത് ഇസ്ലാമിൽ വേറില്ല. ഹജ്ജ് പോലും ഒരു 6 ദിവസം 7 ദിവസമേ ഉള്ളൂ. അപ്പം ഇത്രയും സുദീർഘമായ ഈ ഇബാദത്തിൽ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയം നന്നായി മനസ്സിലാക്കണം. അതായത് ഇപ്പം നമസ്കരിക്കുന്ന ആൾ നിസ്കരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അയാൾ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, റുക്കോയും സുജൂദും ഇഅ്തിദാലും തസ്ബീഹുകളൊക്കെ ചെല്ലുന്നു എന്നേ ഉള്ളൂ. അപ്പുറത്തൊരു ശബ്ദം കേട്ടാൽ പോലെ അയാൾ തിരിഞ്ഞു നോക്കൂല. ഒരു കാഴ്ച മുന്നിലൂടെ വന്നാൽ പോലും നിസ്കരിക്കുന്ന ആളെ കാണൂല. അള്ളാഹുവിനെ ഓർക്കലല്ലാതെ വേറൊരു കാര്യം മനസ്സിൽ ഓർക്കുക പോലും നിസ്കരിക്കുന്ന ആൾ ചെയ്യൂല. അയാൾ 5 മിനിറ്റ് 10 മിനിറ്റ് നേരം നിസ്കാരം മാത്രം. അതേസമയം നോമ്പ് അങ്ങനെയല്ല. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത്, അത് ഇബാദത്താണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. നോമ്പൊരു ഇബാദത്താണ്. ആ ഇബാദത്തിൽ നമ്മൾ നോമ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് കുത്തിയിരിക്കുകയല്ല. നോമ്പ് നോറ്റുകൊണ്ട് നമ്മളങ്ങ് ജീവിക്കുകയാണ്. ഒരു ഇബാദത്തിൽ ജീവിക്കുകയാണ്. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് നമ്മളിനി ജോലിയെടുക്കാൻ പോകുന്നത്. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിലായിക്കൊണ്ടാണ് ഇനി നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുന്നത്. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിലായിക്കൊണ്ടാണ് ഇനി വർത്തമാനം പറയാൻ പോകുന്നത്. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിലായിക്കൊണ്ടാണ് ഇടപാടുകൾ നടത്തുന്നത്, യാത്ര ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കില്ല, ലൈംഗിക കാര്യത്തിൽ ഇടപെടില്ല എന്നതൊഴിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ഇബാദത്തിൽ ചെയ്യാൻ പോകുകയാണ് ഇനി അങ്ങോട്ട് നമ്മളൊരു മാസം. അപ്പോൾ എത്ര ഗൗരവം ഉണ്ടാവും ആ കാര്യങ്ങൾക്ക്. നമ്മൾ നിസ്കാരത്തിൽ എത്ര ഖുശൂ ഉണ്ടോ അതുപോലെ ഖുശൂ നോമ്പിനും വേണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്യുന്നത്. അങ്ങനെ ഇബാദത്ത് ചെയ്ത ആൾ ഒരു പള്ളിയുടെ മൂലക്കലോ വീട്ടിൻ്റെ ഒരു മൂലക്കലോ ഇരിക്കുകയല്ല. അയാൾ ജോലിക്ക് പോവുകയാണ്. ഇപ്പോൾ അയാൾ ജോലി ചെയ്യാണ്, പക്ഷേ അയാൾ ഇബാദത്തിലുമാണ്. അയാൾ ഇബാദത്തിലാണ്. അപ്പം ഇബാദത്തിലായിക്കൊണ്ടെങ്ങനെ ജോലി ചെയ്യാം, ഒരു ഇബാദത്തിലായിക്കൊണ്ടെങ്ങനെ ഇടപാടുകൾ നടത്താം, ഒരു ഇബാദത്തിലായിക്കൊണ്ടെങ്ങനെ കച്ചവടം ചെയ്യാം, യാത്ര ചെയ്യാം, സംസാരിക്കാം, കാണാം, കേൾക്കാം, ചിന്തിക്കാം എന്നതിൻ്റെ പരിശീലനം ഒരു ദിവസമല്ല 30 ദിവസം തുടർച്ചയായി കിട്ടാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ജോലി എടുക്കുന്നുണ്ടാവും, പല ജോലിയിൽ പല കള്ളത്തരങ്ങളോ പല കൃത്രിമങ്ങളോ പലതും നമ്മൾ ജോലി. പക്ഷേ ഇനി അത് പറ്റൂലല്ലോ. ഇബാദത്തിലാണ് ഇനി ജോലി എടുക്കാൻ പോണത്. നമ്മൾ കച്ചവടത്തിൽ പല സൂക്ഷ്മതക്കുറവുണ്ടാവും, പക്ഷേ ഇനി അത് പറ്റൂല. കാരണം ഇബാദത്തിലായിക്കൊണ്ടാണ് ഇനി കച്ചവടം ചെയ്യാൻ പോണത്. ഒരാൾ നോമ്പ് നോറ്റിട്ട് ഇബാദത്തിലായിക്കൊണ്ട് കള്ളക്കച്ചവടം ചെയ്താൽ പിന്നെ ആ നോമ്പും ആ കച്ചവടം തമ്മിൽ എങ്ങനെ ബന്ധം വരിക? കാരണം ഇബാദത്തിൽ ഇനി കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടത്തിൻ്റെ സൂക്ഷ്മതകൾ മുഴുവൻ വേണം. അഥവാ എങ്ങനെ ജീവിക്കാം എന്നതിൻ്റെ ഒരു പ്രാക്ടീസ്, ഒരു പരിശീലനം
നമുക്ക് റമദാൻ 1 മുതൽ ലഭിക്കാൻ പോവുകയാണ്. അത് വിഷയം ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പുകാരനായിരിക്കെ വർത്തമാനം പറയുമ്പോൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഒരാൾ ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് വെച്ചാൽ പോലും നോമ്പുകാരന് എത്ര വഴക്കിനും ശകാരിക്കാനും വന്നാലും ഇന്നി സായിമുൻ എന്നേ പറയേണ്ടതുള്ളൂ. കാരണം ഒരു പരിശീലനത്തിലാണ്, തിരിച്ചു പറയാത്ത പരിശീലനത്തിൽ. അത് 1 മാസം അങ്ങനെ കിട്ടുകയാണ്. 1 മാസം കഴിഞ്ഞാൽ തിരിച്ചു പറയാമെന്നല്ല ഇതർത്ഥം. ഈ 1 മാസത്തെ പരിശീലനത്തിലൂടെ അനാവശ്യങ്ങൾ പറയാത്ത ഒരു പരിശീലനം ഞാൻ നേടാൻ പോവുകയാണ്. 1 മാസം നല്ല കച്ചവടമാണ് ഇനി നടത്താൻ പോണത്. നല്ല വൃത്തിയുള്ള ഹലാല് നോക്കി ഹറാമ് നോക്കി സത്യസന്ധമായ കച്ചവടമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. 1 മാസം കഴിഞ്ഞിട്ട് കള്ളക്കച്ചവടം ചെയ്യാനല്ല. ഇനി ഈ 1 മാസം സത്യസന്ധമായി കച്ചവടം ചെയ്ത് ശീലിച്ച് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അങ്ങോട്ട് നല്ല കച്ചവടമാണ് ചെയ്യാൻ പോകുന്നത്. 1 മാസം നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാൻ പോവുകയാണ്. മറ്റേ നമ്മളെ കണ്ണുകൾക്കൊരു നിയന്ത്രണവും ഇല്ല. അത്രയും തിന്മ നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ജീവിക്കുമ്പോൾ ഇബാദത്തിലാണ് കണ്ണിനെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം റമദാൻ കഴിഞ്ഞാൽ പിന്നെ കണ്ണിനെ തോന്നിയ പോലെ അയച്ചു വിടാമെന്നല്ല, കണ്ണിന് ഇനിയൊരു നിയന്ത്രണം വേണമെന്ന് നമ്മൾ ശീലിക്കാൻ പോവുകയാണ്. നാവിന് നിയന്ത്രണം വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ സിയാമു അനിൽ അക്ലി വശുർബ് ഇന്നമ സിയാമു അനിൽ ലഗ്ബി വറഫസ്. ഭക്ഷണപാനീയങ്ങളുടെ ഉപേക്ഷ അല്ല നോമ്പ്, പകരം വൃത്തികേടുകളിൽ നിന്നും വേണ്ടാധീനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കലാണ് നോമ്പ്. നോമ്പിൻ്റെ ലക്ഷ്യം ഖുർആൻ പറഞ്ഞല്ലോ, നോമ്പ് നിർബന്ധമാക്കി അതേ ആയത്തിൽ പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാനാണ്. എങ്ങനെയാണ് നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാവുക? നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഞാനും നിങ്ങളൊരു തെറ്റിദ്ധാരണ മാറ്റണം. ആ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലാണെന്ന തെറ്റിദ്ധാരണ അങ്ങ് മാറ്റണം. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലുണ്ട്, അത് അതിൻ്റെ ഒരു ബാഹ്യ ചടങ്ങാണ്. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല നോമ്പ് എന്ന് പറഞ്ഞത് ഞാനല്ല, അല്ലാഹുവിൻ്റെ റസൂലാ പറഞ്ഞേ. ലൈസ സിയാമു അനിൽ അക്ലി വശുർബ്, തിന്നലും കുടിക്കലും ഉപേക്ഷിക്കലല്ല നോമ്പ്, പകരം ജീവിതത്തിൽ നിന്ന് തിന്മകളെ ഉപേക്ഷിക്കലാണ് നോമ്പ് എന്ന് പഠിപ്പിച്ചത് മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല നോമ്പ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്തു, 100 രൂപ കൊടുത്തു, നല്ല കാര്യമാണ്. നമ്മൾ 1000 രൂപ കൊടുത്താലോ വളരെ നല്ല കാര്യമാണ്. 10,000 കൊടുത്താലോ വളരെ 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 നല്ല കാര്യമാണ്. സംഖ്യയുടെ കൂടുന്തോറും നല്ലതാണ്. ഒരാൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു 2 റക്അത്ത്, നല്ലതാണ്. 4 റക്അത്താണെങ്കിൽ വളരെ, 6 റക്അത്താണെങ്കിലും 8 റക്അത്താണെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷേ ഒരാൾ പട്ടിണി കിടക്കലാണ് നോമ്പെന്ന് കരുതിയിട്ട് ഒരാൾ മഗ്‌രിബിന് നോമ്പ് തുറക്കുന്നതിന് പകരം രാത്രി 10 മണിക്ക് നോമ്പ് തുറന്നാലോ അത് ശരിയാവില്ല. പടച്ചോനെ, നിനക്ക് വേണ്ടി ഞങ്ങൾ 13 മണിക്കൂറല്ല 20 മണിക്കൂർ നോമ്പ് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല ഇസ്ലാം. ഏതായാലും നോമ്പ് വെക്കാൻ പോവാണ്, തലേ ദിവസം ഒന്നും കഴിക്കാതെ നോമ്പ് വെക്കലല്ല, അത്താഴം കഴിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത്താഴം വൈകി കഴിക്കണം. എന്തിനാ? നോമ്പുകാരന് വിശക്കാതിരിക്കാൻ. അത്താഴം വൈകി കഴിച്ചാൽ മതി, അതാണ് പുണ്യം. തസഖ്ബറു ഫഇന്ന സ്ഹൂരി ബർക. അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. എന്തിനാണ്? നോമ്പുകാരൻ വിഷമിക്കാതിരിക്കാൻ, നോമ്പുകാരന് കൂടുതൽ പട്ടിണി വരാതിരിക്കാൻ. കാരണം പട്ടിണി അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അത്താഴം കഴിക്കണം എന്ന് പഠിപ്പിച്ചു. അത്താഴം കഴിച്ചിട്ട് വിശപ്പ് കുറക്കണം. നോമ്പുണ്ട് തുറക്കാൻ സമയമായാൽ ധൃതി പിടിക്കണം. നോമ്പ് തുറക്കാൻ മഗ്‌രിബായി, ഇനി എല്ലാ പള്ളിക്കലെ ബാങ്ക് കഴിയട്ടെ, കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ, ഈ വസ്വാസമൊന്നും വെക്കണ്ട. സമയമായി എന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറന്നേക്കണം. അതാണ് ഖൈർ, അതാണ് സുന്നത്ത്, അതാണ് ഉത്തമം. കാരണം പട്ടിണിക്കിടാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ഒന്നിച്ചൊരു യാത്ര പോവുകയാണ്. യാത്രയിൽ സഹാബാക്കൾ വല്ലാതെ ക്ഷീണം ബാധിച്ചു. അപ്പോൾ സഹാബാക്കൾക്കൊക്കെ ക്ഷീണം വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പരസ്യമായി നോമ്പ് മുറിച്ചു. സഹാബാക്കൾ നോമ്പ് മുറിച്ചു. പക്ഷേ ചില സഹാബാക്കൾ ക്ഷീണം ബാധിച്ചാലും ശരി നോമ്പ് വെക്കാമെന്ന് തീരുമാനിച്ചു.
ശരീരം വിഷമിച്ചാലും ശരി നോമ്പ് വെക്കാം. ആ നോമ്പ് നോക്കാൻ തീരുമാനിച്ചവരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരാകുന്നു കുറ്റവാളികൾ. അവരാകുന്നു കുറ്റവാളികൾ. കാരണം പട്ടിണി കിടാനല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. നിങ്ങൾ യാത്രക്കാരനാണോ, നോമ്പൊഴിവാക്കാം. രോഗിയാണോ, നോമ്പൊഴിവാക്കാം. മുല കൊടുക്കുന്ന സ്ത്രീയാണോ, അല്ല ഗർഭിണിയായ സ്ത്രീയാണോ, നോമ്പൊഴിവാക്കാം. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹ് ഒരു വിഷമവും അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. വൈൻകാന മിൻകും മരീദൻ വലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ രോഗിയോ യാത്രക്കാരനാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നോമ്പ് പറ്റാൻ മതി. പടച്ചോൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? തനിക്ക് ഭക്ഷണം വീട്ടിലിരിക്കുമ്പോഴും അത് തിന്നാനുള്ള ത്വര തൻ്റെ ശരീരം ആവശ്യപ്പെടുമ്പോഴും അള്ളാഹുവിന് വേണ്ടി തൻ്റെ ഇച്ഛയെ നിയന്ത്രിക്കാനുള്ളൊരു പരിശീലനം 30 ദിവസം കിട്ടുകയാണ്. തൻ്റെ വീട്ടിലുണ്ടായിരിക്കെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനം, ഇച്ഛകളെ നിയന്ത്രിക്കാൻ. നമ്മളെ തെറ്റുകളൊക്കെ ചെയ്യിക്കുന്നത് ഇച്ഛകളാണ്, നമ്മുടെ തോന്നലാണ്. അതിനെ നിയന്ത്രിക്കാനുള്ളൊരു പരിശീലനം, അതാണ് റമദാൻ മാസത്തിലൂടെ നോമ്പിലൂടെ കിട്ടുന്നത്. അപ്പം തഖ്വ വർദ്ധിക്കും. തഖ്വ എങ്ങനെ നോമ്പ് പറ്റാൻ വർദ്ധിക്കുക? ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നോമ്പിനെ തഖ്വ വർദ്ധിപ്പിക്കുന്ന ഒരു കർമ്മമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് നോമ്പ് വരാൻ പോകുന്നത്. നല്ല ദാഹവും നല്ല പ്രയാസം ഉണ്ടാവും. നല്ല ചൂട് കൂടിക്കൂടി വരിക എന്നാണ് പറഞ്ഞത്. അങ്ങനെ നല്ല ചൂടും ദാഹമൊക്കെ വരുമ്പോൾ ഒരു നോമ്പുകാരന് രഹസ്യമായിട്ട് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യൂല. കാരണം എന്താ? ആരും കാണാതെ വെള്ളം കുടിച്ചാലും ആരും അറിയില്ല. അപ്പോൾ ആർക്ക് നോമ്പുണ്ടോ ഇല്ല എന്നൊരു മനുഷ്യനെ നോക്കിയാലൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ നോമ്പ് രഹസ്യമായിട്ടൊരു വീട്ടിൽ ഒരു റൂമിലിരുന്ന് മുറിക്കൂലല്ലോ. കാരണം നമുക്കറിയാം ആ റൂമിൽ ആരും ഇല്ലെങ്കിൽ അള്ളയുണ്ട്, പഠിച്ചവനുണ്ട് അവിടെ. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവലാണ് തഖ്വ ഉണ്ടാകാനുള്ള മാർഗം. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ റബ്ബ് കാണും. റബ്ബിനെ വെട്ടിച്ചിട്ട് എനിക്കൊരു പണിയും ചെയ്യാൻ പറ്റൂല. റമദാൻ മാസത്തിൻ്റെ പകലിൽ മാത്രം കണ്ണ് കാണുന്ന ശക്തിയല്ല അല്ലാഹ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങളും കാണുന്നവരും അറിയുന്നവരും ആണ് അല്ലാഹു തആല. അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ്. ഖബീറും ബിമാ തഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാണ്. യഅലമു സിർറക്കും വജഹറക്കും, നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അല്ലാഹു. യഅലമു ഖായിനത്തൽ അയുനി, നിങ്ങളുടെ കണ്ണിൻ്റെ ഒളിഞ്ഞു നോട്ടം പോലും അറിയുന്നവനാണ് അല്ലാഹു. ഇന്നഹാ യുതക്കു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. നീ ചെയ്യുന്ന ചെറിയ കാര്യം അതിൽ കടുകുമണി തൂക്കമേ ഉള്ളുവെങ്കിൽ പോലും ആകാശത്തിലോ പാറക്കെട്ടിലോ ഭൂമിയിലോ എവിടെ വെച്ച് ചെയ്താലോ അള്ളാഹ് കൊണ്ടുവരും. ഈ ബോധമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. ഈ ബോധം നമ്മളെ ആളുകൾക്കില്ല. തെറ്റുകൾ ഇങ്ങനെ കുറ്റങ്ങൾ പെരുകയല്ലേ. നമ്മളെ മക്കൾ ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ ലഹരി മരുന്നിന് അഡിക്റ്റ് ആകുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പെരുകുകയാണ്. വെറും ലഹരിയൊന്നുമല്ല ഇതിന്. ലഹരി എന്നല്ല പറയേണ്ടത്, ഭ്രാന്ത് മരുന്നാണ് പറയേണ്ടത്. എന്താ 23 വയസ്സുള്ള പയ്യന് കാണിക്കുന്ന കട്ടായം കണ്ടില്ലേ നിങ്ങൾ? സ്വന്തം ഉമ്മയെ, എളാപ്പാനെ, എലാമാനെ, വല്യമ്മാനെ, സ്വന്തം സഹോദരനെ അവന് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് കൊല്ലാം. സ്വന്തം വേറെ പെൺകുട്ടികളെ ഒരു കൊലയില്ല, ഒരു ദിവസം 5-6 കൊല. എവിടേക്കായി പോണത് നിങ്ങൾ നോക്കിയാൽ? എന്നിട്ടും അവനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് ലഹരി ഉപയോഗിച്ചോ? ഞാൻ ഉപയോഗിക്കണില്ല, 2-3 കൊല്ലമായിട്ട് ഇപ്പോൾ മദ്യമാണ് ഉപയോഗിക്കുന്നത്. മുസ്ലിം പയ്യനാണ്, 3 വർഷമായിട്ട് ഇപ്പോൾ മദ്യമാണ് ഉപയോഗിക്കുന്നത്. അതിന് മുമ്പാണ് ലഹരി ഉപയോഗിച്ചതെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മുട്ടയെന്ന് വിരിയുമ്പോഴേക്കും ഈ കുട്ടികൾ ലഹരി മരുന്നിന് അഡിക്റ്റാകുന്നു, മദ്യത്തിന് അഡിക്റ്റാകുന്നു. നമ്മളെ തലമുറ എവിടേക്കാണ് പോകുന്നത്? അവസാനം മക്കളെ കണ്ടാൽ പേടിയാകുന്ന അവസ്ഥയല്ലേ? വൃദ്ധരെ പോലും കൊല്ലുന്നു. വല്യമ്മാനെ ഒക്കെ കൊല്ലുന്ന മക്കൾ വർദ്ധിക്കുകയാണ്. 1-2 അല്ല, ഇത് പെരുകുകയാണ്. കാരണം ആരാണിത് ഉപയോഗിക്കണമെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പണ്ട് മദ്യപിച്ചാൽ ഇയാളെ മണം മൂക്കിലേക്ക് വരും നമ്മളെ ആൾക്കിലൊക്കെ. ഈ സാധനം ഉപയോഗിച്ചാൽ അറിയില്ല, കിട്ടിയില്ലെങ്കിലോ തനി ഭ്രാന്തനാകുകയാണ്. കേരളത്തിലെ മുഴുവൻ ഡി അഡിക്ഷൻ സെൻ്ററുകളും നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അതിന് ഒരു കുറവില്ലാത്ത വിധം വളരെ വലിയ ശതമാനം മുസ്ലിം കുട്ടികളാണ്. ദീനുള്ള വീട്ടിലെ ആളുകൾ പോലും. നമ്മുടെ ചെറുപ്പക്കാർക്ക് നാമധാരി മുസ്ലിങ്ങളായിട്ട് പോരാ, എൻ്റെ അമലുകളൊക്കെ കാണുന്നൊരു റബ്ബുണ്ട് എന്ന ബോധം, ആ ബോധം വളർത്തിയെടുക്കാൻ കഴിയണം. എത്ര നോമ്പ് നമ്മൾ നോറ്റു, എത്ര നോമ്പുകൾ നോക്കുന്നു.
പക്ഷെ അള്ളാഹിനായിട്ടുള്ള ഒരു തഖ്വ ബന്ധം ഉണ്ടാവണ്ടേ. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹ് ഈ തഖ്വയുള്ളവരുടെ കൂടെയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നു അവരുടെ വഴി അല്ലാഹ് തുറന്നു തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, ആരല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവരുടെ കാര്യങ്ങൾ അല്ലാഹ് എളുപ്പമാക്കും. എന്താ തഖ്വ? തഖ്വ എന്ന് പറയുന്നത് അത്തഖ്വ ഹാഹുന വയുശീറു ഇലാ സദരി സലാസ മറ, നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇവിടെ നിന്ന് ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകണം, പടച്ചോനെ കുറിച്ച് പേടിയുണ്ടാകണം. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹ് അനുവദിച്ചതാണോ അല്ലേ എന്ന് നോക്കുക. ഇത് അള്ളാഹ് കാണുമല്ലോ എന്നുള്ള ബോധം ഉണ്ടാകുക. പടച്ചോൻ ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഇരുൾ മുറ്റിയ സമയത്ത് കുണ്ടും കുഴികളുമുള്ള വഴിയിലൂടെ ഒരാൾ നടക്കുമ്പോൾ ആ കുഴിയിലും ഉള്ളിലും തറക്കാതെ നടക്കുമ്പോലുള്ള നടത്തം, ഈ ഹലാലുകളും ഹറാമുകളും നിറഞ്ഞ ഈ ദുനിയാവില് ഹറാമിൽ വീടാതെ ജീവിക്കല്, ആ ജീവിക്കാനുള്ള പരിശീലനം നോമ്പ് തരണം. കാരണം നോമ്പുകാരനൊരു മാസം കിട്ടുന്ന മെസ്സേജ് എന്താണ്? വിശന്ന് പൊരിഞ്ഞാലും വെള്ളം കുടിച്ചാൽ അള്ളാഹ് കാണുന്നുള്ളതാ. എങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് ഞാൻ ചെയ്താലും എൻ്റെ റബ്ബ് കാണും. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും, പക്ഷേ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റൂല. ഇങ്ങനെ നോമ്പ് വെക്കുമ്പോഴാണ് നമ്മൾ തഖ്വ വർദ്ധിച്ചു വരും. ഒരു കാര്യം വളരെ കൃത്യമാണ്, നോമ്പ് അങ്ങോട്ട് നോക്കാൻ തുടങ്ങി അവസാനിക്കുമ്പോഴേക്കും നമ്മൾ മുത്തഖിയാകണം. മുത്തഖി ആയിട്ടില്ലേ വെറുതെ ഭക്ഷണപാനി ഉപേക്ഷിച്ചോണ്ട് കാര്യമില്ല. മല്ലം യദാ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തും ഫീ അൻ യതഅമഹു വശറാബഹു, ആര് വൃത്തികെട്ട വർത്തമാനങ്ങളും അതുപോലുള്ള പ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നില്ലേ, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ദമഉ വൽ ജൂ, എത്ര നോമ്പുകാരാണ് ദാഹിച്ചു പറഞ്ഞു പട്ടിണി കിടന്നു എന്നുള്ള കാര്യമില്ലാതെ ഒരു നേട്ടവും കിട്ടാത്ത എത്രയോ നോമ്പുകാരുണ്ട്. നോമ്പ് പറ്റൂ, പട്ടിണി കിടന്നു. ഇപ്പോൾ ഏതോ ഞാൻ ഇപ്പോൾ ഒരു കോളേജിലെ കുട്ടികൾ ക്ലാസ് എടുത്തിട്ട് വരികയാണ്. അപ്പോൾ അതിൽ കുറേ മുസ്ലിം കുട്ടികളുണ്ട്. പക്ഷേ അതിലൊരു മുസ്ലിം കുട്ടി പറഞ്ഞു, ഞാൻ കുറച്ച് കാലമായിട്ട് നോമ്പെടുക്കുന്നുണ്ട്. സാറി പറഞ്ഞ ലക്ഷ്യത്തിലൊന്നുമല്ല ഞാൻ നോമ്പെടുക്കൽ. ഞാൻ നോമ്പെടുക്കാൻ എൻ്റെ ആരോഗ്യത്തിന് ഭയങ്കര ഗുണമാണ്. അങ്ങനെയൊക്കെ ചിലത് കിട്ടുന്നല്ലാതെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ലക്ഷ്യത്തോടു കൂടി നോമ്പെടുക്കാൻ കഴിയണം. ആ നോമ്പുകാർക്കാണ് അല്ലാഹു തആല പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആ ഈമാനോടും പ്രതിഫലകാംക്ഷയോടും കൂടി നോമ്പനുഷ്ഠിച്ചോ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. ഇന്നലിൽ ജന്നത്തി ബാബുൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗത്തിനൊരു വാതിലുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന വാതില്. ആ വാതിൽക്കൽ നിന്നുകൊണ്ട് മലായിക്കത്തുകൾ വിളിച്ചു ചോദിക്കും, അയ്ന സ്വാഇമൂൻ, എവിടെ നോമ്പുകാർ അല്ലാഹു തആല പ്രത്യേകം പ്രവേശിപ്പിക്കും. അല്ലാഹു തന്നെ ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, അസ്സൗമു ലീ വഅന അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാ, ഞാൻ പ്രത്യേകം പ്രതിഫലം നൽകും. ജുമാ നിസ്കരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ അറിയും ഞാൻ ജുമാ നിസ്കരിക്കുന്ന ആളാണ്. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ആളുകളൊക്കെ അറിയും ഞാൻ നിസ്കാരക്കാരനാണ്. പക്ഷേ ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അള്ളാഹിൻ്റെ പ്രീതിക്ക് മാത്രം കാക്ഷിച്ചിട്ടാണ് അയാൾ നോക്കുന്നത്. അതുകൊണ്ട് മറ്റ് അമലുകളൊക്കെ മനുഷ്യർക്കും കൂടി ഉള്ളതാണെങ്കിൽ നോമ്പ് എനിക്ക് മാത്രമുള്ളതാണ്, ഞാൻ നോമ്പിന് പ്രത്യേകം പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു തആല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് നേരിട്ട് പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നോമ്പിനെ ഈ ലക്ഷ്യത്തിൽ കാണാൻ കഴിയണം. അപ്പോൾ നമ്മളാരെങ്കിലും, ഞാൻ പറയുന്നത് റമദാൻ മാസത്തിൽ പുതിയ നിസ്കാരക്കാരുണ്ടാകണം. ഇതുവരെ നിസ്കാരം കൃത്യമാകാത്തവർ നിസ്കാരം കൃത്യമാക്കണം, നല്ല അവസരമാണ്. പക്ഷേ റമദാൻ മാസത്തിൽ മാത്രം കൃത്യമാക്കാമെന്ന് കരുതിയിട്ട് നിസ്കാരം തുടങ്ങുന്നുണ്ടെങ്കിൽ മഹാബത്താണ്, അത് അനർത്ഥമാണ്. പകരം അയാൾ തീരുമാനിക്കുകയാണ്, എൻ്റെ നിസ്കാരം കുറപാടായിപ്പോയിട്ടുണ്ട്, പടച്ചോനിക്ക് പുറത്തു തരട്ടെ, ഞാനിതായി റമദാനോടുകൂടി ഒരു പുതിയ മാറ്റത്തിന് വിധേയമാകുന്നു, ഇനി ഞാൻ നമസ്കാരം മുടക്കൂല. ഇത് ചില ആൾക്കാരങ്ങൾ കണ്ടിട്ടില്ലേ, നാളെ മാസം കാണുമ്പോൾ പള്ളിയിൽ ഇവരൊക്കെ ഇങ്ങോട്ട് ഉഷാറായിട്ട് വരണം. സാധാരണ നിസ്കരിക്കണവരും കൂടി തോൽപ്പിക്കും. മൂപ്പരെല്ലാ വക്തിലും വളരെ ഉഷാറ്. നമുക്കുള്ള അത്ഭുതമല്ല, ശവ്വാൽ മാസം പറയുക കാണുമ്പോൾ ഇയാളെ ഈമാൻ അങ്ങ് ചോർന്നു പോകും. ഈ പച്ച പാപങ്ങൾ കരുതിയിരിക്കണം. എന്താ പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നിസ്കാരം ശരിക്കാണ് നിർവഹിച്ചാൽ സ്വർഗം കിട്ടൂല എന്നത് ഉറപ്പാണ്, കിട്ടൂല എന്ന് ഉറപ്പാണ്. പിന്നീട് നമസ്കാരം ഉപേക്ഷിച്ചാൽ ആ നിസ്കരിച്ച നിസ്കാരം പോലും വെറുതെ ആയിപ്പോകും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ വിഷയത്തെയും കാണേണ്ടത്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങും, പക്ഷെ ഒരിക്കലും ഖുർആൻ പാരായണം നിർത്തരുത് കേട്ടോ.
അത് തുടരുമെന്ന ലക്ഷ്യത്തിൽ തുടരണം. ഞാൻ സാധാരണ പറയാറുണ്ട്, റമദാനിക്ക് അല്ലാഹു തആല ഒരു അമലും കൂടുതൽ നിശ്ചയിച്ച് തന്നിട്ടില്ല. നാളെ റമദാൻ തുടങ്ങുകയാണെങ്കിൽ ഇതാ ഒരു പണി എനിക്ക് കൂടുതൽ ചെയ്യാണ്ട്, അങ്ങനെയൊന്നുമില്ല. നോമ്പ് മാത്രമേ ഉള്ളൂ. റമദാൻ മാസമാണെന്ന് കരുതിയിട്ട് 5 വക്ത് നിസ്കാരം 6 വക്താക്കിയിട്ടില്ല. ഏതായാലും മുസ്ലിങ്ങളൊക്കെ റമദാൻ ആഘോഷിക്കല്ലേ, ഷഹ്റു മുബാറക്കല്ലേ, റമദാനിൽ കൂടുതൽ തഖ്വ നേടല്ലേ, 5 വക്തല്ലേ ഇതുവരെ നിസ്കരിച്ചത്, നിങ്ങൾ 6 വക്തായിക്കോളി എന്ന് പറഞ്ഞിട്ടില്ല. ദുഹർ 4 റക്അത്തല്ലേ 5 റക്അത്താക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. റമദാൻ മാസമല്ലേ, ഇതാ ഒരു പുതിയ നിസ്കാരം നിശ്ചയിച്ചിട്ടില്ല. തറാവീഹ് നമസ്കാരം അത് റമദാനിക്ക് മാത്രമുള്ള നിസ്കാരമല്ല, എല്ലാ ദിവസവും നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. എല്ലാ ദിവസവും നിസ്കരിക്കുന്ന നിസ്കാരമാണ്. നമ്മൾ റമദാനിക്ക് മാത്രമേ നിസ്കരിക്കലുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിനാ പേര് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, റമദാനിക്ക് ക്ഷീണമൊക്കെ ബാധിച്ചപ്പോൾ ആളുകൾ വിശ്രമിച്ച് കുറേശ്ശെ നിസ്കരിക്കലാണ്. അതുകൊണ്ട് അതിന് തറാവീഹ് എന്ന് പേര് വന്നു. അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് പല പേരിലാണ് അറിയപ്പെടുക. അല്ലാതെ റമദാനിക്ക് മാത്രമുള്ള നിസ്കാരമല്ല തറാവീഹ് എന്നുള്ള നിസ്കാരമാണ്. ഒരു തർക്കമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. കാരണം റമദാനിക്ക് ഒരമലും കൂടുതൽ പറഞ്ഞിട്ടില്ല. സക്കാത്തും റമദാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. റമദാനും സക്കാത്തും തമ്മിൽ പ്രത്യേകിച്ചൊരു ബന്ധമല്ല. ശവ്വാലും സക്കാത്തും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടോ, ശഅബാനും സക്കാത്തും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടോ, അതേ ബന്ധം മാത്രമേ സക്കാത്തും റമദാനും തമ്മിലുള്ളൂ. സദക്ക കൊടുക്കാം റമദാനിൽ കൂടുതൽ, വളരെയേറെ കൊടുക്കാം. പക്ഷേ ഒരാൾ സദക്ക റമദാനിക്ക് മാത്രമേ കൊടുക്കൂ എന്ന് വെക്കരുത്. ചിലപ്പോൾ റമദാനിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന സമയം വരും. ചിലപ്പോൾ ചില അത്യാവശ്യങ്ങളിൽ വേണ്ട. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങളോടൊരാൾ വിശന്ന് പോരിച്ചിട്ട് വയ്യ, എനിക്ക് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, ഒരിത്തിരി പൈസ തരണം എന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും പറയുമോ? 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ മാസം കണ്ടാൽ നോമ്പാവും, അപ്പം തരാമെന്ന് പറയുമോ? അപ്പം തരാമെന്ന് പറഞ്ഞ് റമദാനിലേക്ക് അയാൾ വിശന്ന് പൊരിഞ്ഞ ആൾക്ക് കാശ് കൊടുക്കാതെ 2-3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞാൽ കുറ്റല്ലേ കിട്ടുക, ശിക്ഷല്ലേ കിട്ടുക? നമ്മളപ്പം തന്നെ കൊടുക്കണം. അതിന് റമദാനാവണ്ട. സദക്ക എന്നും കൊടുക്കണം. റമദാനിൽ കുറച്ച് കൂടുതൽ കൊടുക്കണം. ഖുർആൻ എന്നും ഓതണം. റമദാനിൽ കുറച്ച് കൂടുതൽ ഓതിക്കോളി. പക്ഷേ റമദാനിക്ക് മാത്രമേ ഖുർആൻ ഓതൂ എന്നുള്ള പരിപാടി പാടില്ല. ഞാൻ പറഞ്ഞത് റമദാനിക്ക് ഒരു അമല് കൂടുതൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഒരു അമല് ചെയ്യണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ന് റമദാൻ മാസം അവസാനിച്ചു, ശവ്വാലായി, ഇന്ന പണികൾ നമുക്ക് നിർത്താമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു പണിയുമില്ല. ശവ്വാലിലും ദുൽഖാദിലും ദുൽഹജ്ജിലും മറ്റു മാസങ്ങളിലും തുടരാനുള്ള അമല് മാത്രമേ റമദാനിൽ നിശ്ചയിച്ചിട്ടുള്ളൂ. കാരണം ഈ റമദാനിക്ക് പ്രത്യേക എന്തോ അമല് ചെയ്യലല്ല, തുടർ മാസങ്ങളിൽ ചെയ്യാനുള്ള പരിശീലനമാണ് റമദാനിലുള്ളത്. വളരെ കൃത്യമാണിത്. എല്ലാ മാസവും ചെയ്യേണ്ട. അതുകൊണ്ടാണ് മഹാന്മാർ റമദാൻ മാസം കഴിയുമ്പോൾ പറയലേ, വമൻ യഗ്ബുദു റമദാന ഫഇന്ന റമദാന ഖദ് മാത് വമൻ യഗ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും റമദാൻ മാസത്തിലാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ റമദാൻ മാസം അത് അവസാനിച്ചു, മരിച്ചു, ശവ്വാലായി. പക്ഷെ ആരെങ്കിലും അള്ളാഹ്ക്കാണ് ഇതുവരെ ഇബാദത്ത് ചെയ്തതെങ്കിൽ ആ അല്ലാഹു തആല എന്നും ജീവിക്കുന്നവനാണ്, മരിക്കാത്തവനാണ്. നമ്മൾ റമദാൻ മാസത്തിനല്ലല്ലോ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹനല്ലേ. വഹുവ റബ്ബുർ റമദാൻ, അള്ളാഹ് റമദാന്റെ റബ്ബാണ്, തീർന്നില്ല. വഹുവ റബ്ബു ശവ്വാൽ വറബ്ബു ദുൽഖാദ് വറബ്ബു ദുൽഹജ്ജ്. അള്ളാഹ് റമദാനിന്റെ മാത്രം റബ്ബല്ല, ദുൽഖാദിന്റെയും ദുൽഹജ്ജിന്റെയും ശവ്വാലിന്റെയും കൂടി റബ്ബാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാതെ അന്തക്കെടുള്ള ഒരു നോമ്പ് വെച്ചിട്ട് കാര്യമില്ല. അവിടെ ചെന്ന് നോക്കിയാൽ ഒന്നും കിട്ടൂല. ഓരോ നോമ്പും നമുക്ക് നന്നാകാനുള്ളതാണ്. ഓരോ നോമ്പും നമ്മളിൽ പരിവർത്തനം സൃഷ്ടിക്കാനുള്ളതാണ്. ഓരോ നോമ്പും നമ്മുടെ പോരായ്മകൾ ദൂരീകരിക്കാനുള്ളതാണ്. ഓരോ നോമ്പിലൂടെയും ഒരു പുതിയ ഈമാനുള്ള തഖ്വയുള്ള ഒരു മനുഷ്യൻ രൂപപ്പെടാനാണ്. അയാളിൽ സബറുണ്ടാകുന്നു, തവക്കലുണ്ടാകുന്നു. അയാൾ ഇസ്ലാം ആഗ്രഹിക്കുന്ന നന്മകൾ സ്വീകരിക്കുന്നു. അയാൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു, പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. വീണ്ടും ആ തീരുമാനത്തിൽ എന്തെങ്കിലും മങ്ങൽ വരുമ്പോഴേക്കും അടുത്ത കൊല്ലം റമദാൻ വരുന്നു. അങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പം തന്നെ തീരുമാനിക്കുക, എന്ത് അമല് റമദാനിക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ പിന്നീടുള്ള മാസങ്ങളിൽ ചെയ്യുന്ന തീരുമാനിച്ചിട്ട് ചെയ്യണം. പടച്ചോനോടത്ത് റമദാൻ മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കുകയും ഓതി തീർക്കുകയും പിന്നെയും ഖത്തം തീർക്കുകയും ഒക്കെ ചെയ്യുക. എന്നിട്ട് പിന്നെ തീരോതാതിരിക്കുക, ഖുർആനിട്ടൊരു ബന്ധമില്ലാണ്ടിരിക്കുക. എന്തൊരു കളിയാ? പിന്നെ അടുത്ത പിറ്റത്തെ കൊല്ലം അള്ളാഹ് വരുന്നുള്ളൂ. ഒരു കാര്യം അങ്ങനെ ഒരു സംഗതിയില്ല. അത് ഈ സമുദായം അബദ്ധം പറ്റിപ്പോയതാണ്. സമുദായം പഠിക്കേണ്ടത്, മുസ്ലിം സമൂഹം പഠിക്കേണ്ടത് ഇസ്ലാമിനെ പൂർണ്ണമായി ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള പരിശീലനം. അതുകൊണ്ടാണ് ജീവിക്കാനുള്ള പരിശീലനമാണ് നോമ്പ് നൽകുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ജീവിക്കാനുള്ള പരിശീലനമാണ് അത്. കാരണം അത് പിന്നീട് തുടരാനുള്ളതാണ്.
ഈ അർത്ഥത്തിൽ നോമ്പിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് നോമ്പുമായി ബന്ധപ്പെട്ട കുറേ വശങ്ങളുണ്ട്. പലപ്പോഴും നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും, കേട്ടിട്ടുണ്ടാവും, കുത്തുബയും കേൾക്കും. പക്ഷേ തീരുമാനങ്ങൾ നമ്മുടേതായിരിക്കണം. നമ്മൾ ശക്തമായ തീരുമാനം എടുക്കണം. റമദാൻ്റെ സുദിനങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കണം. ഓരോന്നും ചെയ്യുമ്പോഴും എനിക്കത് എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കണമെന്നതായിരിക്കണം വരേണ്ടത്. കുറച്ചും കൂടി അള്ളാഹിനായിട്ട് അടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നണം. നമ്മൾ വരണം. ഇപ്പം ഞാനും അള്ളി തമ്മിൽ എത്ര അകലത്തിലാണോ അതിലേക്ക് അടുക്കണം. നമ്മളൊന്ന് കുറച്ചടുത്ത അള്ള കൂടുതൽ ഇങ്ങോട്ട് അടുക്കും. അടുപ്പം വളരെ കൂടും. അതുകൊണ്ട് ഞാനും അള്ളി തമ്മിൽ എത്ര അകലത്തിലാണെന്ന് നമ്മളൊക്കെ തീരുമാനിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ദാസനാകാൻ നമുക്ക് സാധിക്കണം. ഞാൻ കഴിഞ്ഞ കുത്തുപോയി പറഞ്ഞ പോലെ ഇനി അടുത്ത റമദാൻ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഇതന്നെ നമുക്കറിയാത്ത ആളാണ്. എന്നിരിക്കെ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണെന്ന ബോധത്തോടു കൂടി ഇനി തഖ്വയുള്ളൊരു ജീവിതം നയിച്ച് ജീവിതത്തിൽ പരലോകത്തിൽ രക്ഷപ്പെടുന്ന ജീവിതത്തിൻ്റെ ആത്യന്തിക വിജയമുള്ളൂ എന്ന് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് ആ അർത്ഥത്തിൽ വളരെ സജീവമായിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ നോക്കണം. അപ്പോൾ അതങ്ങനെ തുടരും. പിന്നെ ഒന്നും ജമാഅത്ത് നിസ്കാരങ്ങൾ റമദാനിക്ക് മാത്രം ജമാഅത്ത് നിസ്കാരമല്ല, എന്നും പിന്നെ തുടരാൻ കഴിയും. അതുകൊണ്ട് ചില നല്ല ശീലങ്ങൾ നമ്മൾ എല്ലാ വക്തും ജമാഅത്ത് നമസ്കാരങ്ങൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. മണ്ടത്തരങ്ങൾ കാണിക്കുക. അതിൽപ്പെട്ടൊരു മണ്ടത്തരാണ് എന്ത്? സുന്നത്തായ തറാവീഹ് കിട്ടാൻ ഭയങ്കര ആവേശം ജമാഅത്തിന്. അത് ജമാഅത്തായിട്ട് അങ്ങനെ പഠിപ്പിച്ചൊന്നുമല്ല. എന്നിട്ടോ ഇശ ജമാഅത്ത് കളയുകയും ചെയ്യും, മഗ്രിബ് ജമാഅത്ത് കളയുകയും ചെയ്യും. നോമ്പും കൊണ്ട് തുറക്കുമ്പോൾ അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് പള്ളിക്ക് പോകാതെ വീട്ടിൽ നിന്ന് നോമ്പ് പറ. വീട്ടിൽ നിന്ന് നോമ്പൊക്കെ തുറന്ന് പള്ളിക്ക് ചെന്ന് നോക്കി അവിടെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നും മഗ്രിബിക്ക് ജമാഅത്ത് ഇരുന്ന ചില മനുഷ്യന്മാർക്ക് റമദാൻ മാസത്തിൽ ജമാഅത്ത് നിസ്കാരമില്ല. എന്തപ്പോൾ പള്ളിക്കലെന്നോ എവിടുന്നേലും ഒരിത്തിരി വെള്ളം കുടിച്ച് ജമാഅത്ത് നിസ്കരിച്ചിട്ട് പോയി തിന്നാൽ പോരെ? മഗ്രിബ് ജമാഅത്ത് റമദാനിക്ക് കളയരുത്. 2, ഇശാക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകേണ്ട തറാവിയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് കെട്ടിയോളും കുട്ടികളും എല്ലാവരും ഒക്കെ പോകണം. നല്ല കാര്യമാണ്. ജമാഅത്ത് നമസ്കാരം തറാവിയായിട്ട് നിസ്കരിക്കണം, വളരെ ആവേശകരമാണ്. പക്ഷേ അത് വൈകി വന്നാലോ ഇശ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇശ ജമാഅത്ത് കഴിഞ്ഞിട്ട് തറാവീഹ് ജമാഅത്തിന് പ്രാമുഖ്യം കൊടുക്കണം. ആ വൈകൃതം കാണിക്കാൻ പാടില്ല. തറാവീഹല്ല ജമാഅത്തായിട്ട് നിർബന്ധമായി നിസ്കരിക്കേണ്ടത് ഇശ ജമാഅത്താണ്. അതേപോലെ ഇപ്പം എല്ലാം തോന്നുന്നു, മുമ്പൊക്കെ സുബൈക്ക് മുമ്പ് അത്താഴം കഴിച്ചിട്ട് ഒരു കെടുപ്പാ, പിന്നെ എണീക്കുന്നത് കുറേ നേരം വൈകിട്ട്, അതിന് സുബൈ ജമാഅത്ത് പോയിണ്ടാവും. ഈ പ്രാവശ്യമെങ്കിലും അത്താഴം വൈകി കഴിക്കുക, എന്നിട്ട് ബാങ്ക് കൊടുത്തിട്ട് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോവുക. പെട്ടെന്ന് കിടന്നുറങ്ങാൻ വേണ്ടി വീട്ടിൽ നിസ്കരിക്കല്ല, പള്ളിയിൽ ജമാഅത്തിന് പോവുക. പിന്നെ അതൊരു ശീലാകണം. സുബഹി ഒരു കാരണവശാലും ജമാഅത്ത് മുടങ്ങൂല എന്ന് തീർച്ചപ്പെടുത്തണം. മറ്റേ യാത്രയിലായിരിക്കും, അവിടെ ആയിരിക്കും, ഇവിടെയൊക്കെ ആയിരിക്കും, നമുക്ക് ജമാഅത്തുകൾ പലതും പോയി എന്നൊക്കെ വരാം. പക്ഷെ സുബഹിക്ക് വീട്ടിൽ കിടന്നുറങ്ങുക. നാട്ടിലായ നമ്മളെ പള്ളി, തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കിടക്കുക വീട്ടിൽ. എന്ത് മര്യാദയാണിത്? അപ്പം അത്തരം ചില പോരായ്മകൾ നമ്മൾ കണ്ടെത്തി, നമ്മുടെ ന്യൂനതകൾ കണ്ടെത്തി അത് പരിഹരിക്കുന്ന വിധത്തിലുള്ളതാക്കി മാറ്റിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് ഈ റമദാനിക്ക് ഞാനും നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ നമ്മുടെ റമദാൻ നല്ല ഒരു റമദാനായിരിക്കും. ആ റമദാൻ അങ്ങനെ നോമ്പെടുക്കുമ്പോൾ ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു തന്ന അല്ലാഹു തആല വിശിഷ്ടമായ റമദാനായി നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കും. അല്ലാഹു തആല വരാനിരിക്കുന്ന റമദാനിനെ ചൈതന്യത്തോടു കൂടി നോമ്പനുഷ്ഠിക്കാനും റമദാനിൻ്റെ ചൈതന്യം പൂർണ്ണമായി വീണ്ടെടുക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.